ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചേമ്പിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മളെപ്പോഴും സാധാരണ ചേമ്പ് വെറുതെ ഉപ്പിട്ട് പുഴുങ്ങി കഴിക്കാറില്ല പതിവ്. നമുക്ക് മസാലയൊക്കെ പുരട്ടി മുട്ടയൊക്കെ റോസ്റ്റ് ചെയ്യാൻ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്തൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. ഞാൻ ഇവിടെ ഒരു 4 ചേമ്പാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കഴുകി പെറുക്കി എടുത്താണ്. ഇനി ഇതിനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലടിച്ചാൽ മതിയാവും കേട്ടോ. വെന്ത് പറയുന്നത് അല്പം ഉള്ളതുകൊണ്ടാണ് 2 വിസിലടുപ്പിക്കുന്നത്. ചില ചേമ്പൊക്കെ ഒറ്റ വിസിലിൽ തന്നെ വെന്ത് വരും. 2 വിസിലടിച്ചപ്പോഴേക്കും നമ്മുടെ ചേമ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ തോലൊക്കെ ഉരിച്ച് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ വട്ടത്തിൽ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. ഇനി അതിലേക്ക് നമുക്ക് അല്പം മസാലപ്പൊടികൾ വേണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ പീസുകളിലേക്കും ഈ മസാല എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചേമ്പ് വെച്ചിട്ടുള്ളൊരു കിടിലൻ റെസിപ്പിയാണിത്. നമുക്ക് ചോറിനൊക്കെ ഈ മീൻ പൊരിച്ചത്, ഇറച്ചി പൊരിച്ചതൊക്കെ കൂട്ടുന്ന പോലെ കൂട്ടിക്കഴിക്കാം കേട്ടോ. നല്ലൊരു രുചിയാണിതിന്. അതുപോലെ കപ്പയൊക്കെ കഴിക്കണം ഒപ്പമാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ചേമ്പ് ഇതുപോലെ കഴിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇല്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഡിഷസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക്